ഗവർണറെ, റോഡിലെ ചൂടിന് നാരങ്ങ വെള്ളം ബെസ്റ്റാ. ഇന്ന് കൊല്ലത്ത് ഗവർണർ വലിയൊരു ഷോ ഓഫ് കാട്ടിയതൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ. എന്തായാലും റോഡിലിറങ്ങിയിരുന്ന് ഷോ കാണിച്ചതല്ലേ ഒന്നാമത് നല്ല കടുത്ത ചൂടും. അങ്ങനെയെങ്കിൽ അല്പം നാരങ്ങ വെള്ളം എടുക്കട്ടെ ഗവർണറെ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഗവർണറുടെ പ്രകടനം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. എന്തായാലും ആ പ്രകടനത്തിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ വക നാരങ്ങ വെള്ളമാണ് ഗവർണർക്ക് ഓഫർ വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ നാരങ്ങ വെള്ളത്തിന്റെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഗവർണർ SFI ബോർഡ് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. എന്തായാലും വീണ്ടും ബോർഡ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ഗവർണർ വരുന്നു എന്നറിഞ്ഞ SFI പ്രവർത്തകർ എന്നത്തെ പോലെ തന്നെ കരിങ്കൊടി കാണിച്ചു. പിന്നാലെ ഗവർണർ കാറിൽ നിന്നിറങ്ങി റോഡരികിൽ 2 മണിക്കൂറോളം കസരയിട്ട് ഇരുന്നു പോലും. ഗവർണറുടെ വക പ്രതിഷേധമാണെന്ന്. ഇതൊക്കെ ആരെ കാണിക്കാനാ ഗവർണറെ? ജനങ്ങളെയോ? കൊല്ലം നിലമേലിൽ വെച്ചാണ് ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം നടന്നത്. മുഖ്യമന്ത്രി പോകുമ്പോൾ ഇങ്ങനെയാണ് സുരക്ഷ ഒരുക്കുന്നതെന്ന് ഗവർണർ പോലീസിനോട് ചോദിച്ചു അത്രേ. ആ സമയത്തിനിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് ഗവർണർ ഈ കാര്യം പരാതിപ്പെട്ടു. എന്നിട്ട് ഗവർണർ പോലീസിനോട് ക്ഷുഭിതനായി സംസാരിച്ചു. പോലീസ് സ്വയം നിയമം ലംഘിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പോലീസിനോട് കയർത്തത്. എന്തായാലും 50ഓളം പ്രവർത്തകർ ഉണ്ടായിരുന്നു ഗവർണർക്ക് ചുറ്റും. പ്രതിഷേധിച്ചവർക്കെതിരെയും FIR വാങ്ങിയ ശേഷമാണ് ആ 2 മണിക്കൂർ നീണ്ട പ്രതിഷേധം ഗവർണർ അവസാനിപ്പിച്ച് മടങ്ങിയത്. തുടർന്ന് സദാനന്ദപുരത്തെ പരിപാടിയിലേക്കും പോവുകയും ചെയ്തു. നടനോട് ഷോ കാണിച്ച ഗവർണർക്ക് EZ+ സുരക്ഷയും അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് എത്തി. അപ്പോ അതായിരുന്നു സംഘി ഖാൻ ഗവർണറുടെ അടവ്. കേന്ദ്രത്തിന്റെ സുരക്ഷ വേണമായിരുന്നു പാവത്തിന്. വെറും സുരക്ഷയല്ല, CRPFന്റെ EZ+ സുരക്ഷയാണ് നൽകുന്നത്. അതേപോലെ രാജ്ഭവന്റെ സുരക്ഷയും CRPF ഏറ്റെടുക്കും പോലും. എന്തായാലും സുരക്ഷാ കവചം പോരാന്ന് പറഞ്ഞ് നടന്നിട്ട് കിട്ടിയില്ല. ഒടുവിൽ അറ്റപണി അങ്ങ് നട്ടുവെയിൽ ഇരുന്ന് അങ്ങ് തീർത്തു. എന്തായാലും കാട്ടിക്കൂട്ടിയതിനൊക്കെ ഒറ്റ ഫോൺ കോളിലൂടെ ഫലം എത്തിയിരിക്കുകയാണ്. EZ+ സുരക്ഷ അങ്ങ് കേന്ദ്രത്തിൽ നിന്നെത്തി. ഇതാണ് കേന്ദ്രത്തിന്റെ പവർ എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പൊറാട്ട് നാടകം എന്നല്ലാതെ എന്തു പറയാൻ. എന്തായാലും ഇത് ഗവർണറുടെ 4ാമത്തെ ഷോ ആണ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. 1 മാസത്തിനിടെ നടക്കുന്ന ഗവർണറുടെ 4ാമത്തെ ഷോ ആണിത്. ആദ്യ ഷോ തിരുവനന്തപുരത്ത് എയർപോർട്ടിലാണ് കണ്ടത്. 2ാമത്തെ നയപ്രഖ്യാപനം, 3ാമത് റിപ്പബ്ലിക് ദിനത്തിലുമാണ് കണ്ടത്. ഇനി എന്തായാലും മനഃപൂർവ്വം താനിരിക്കുന്ന പദവി പോലും നോക്കാതെയാണ് ഗവർണറുടെ ഈ നടപടി എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. കേരളത്തെ ഗവർണർ അങ്ങനെ വെല്ലുവിളിക്കുകയാണ്. കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഗവർണർ ഇന്ന് പറയുന്നതെന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും പല തവണയായി ഉണ്ടാകുന്നതെന്നും മന്ത്രി ശിവൻകുട്ടി പറയുകയും ചെയ്തു. ഗവർണർ ഷോ നടത്തി വിരട്ടാമെന്ന് കരുതേണ്ട, അത് കേരളത്തിൽ വില പോവില്ല. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഗവർണറാണ് സംഘി ഖാൻ എന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഗവർണർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ലോകത്ത് ആരെയും വേണമെങ്കിലും വിളിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ട് എന്നും മന്ത്രി പറയുകയും ചെയ്തു. അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ പ്രതിഷേധത്തോട് പ്രതികരിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. ഒരു ചിരിയിൽ അങ്ങ് അദ്ദേഹം ഒതുക്കി കളഞ്ഞു. എന്തിനീ പ്രതികരിക്കണം എന്നായിരിക്കും. ബാലിശമായ പ്രവൃത്തിയോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നതുകൊണ്ടൊക്കെയാണ് മുഖ്യമന്ത്രി ചിരിയിൽ എല്ലാം ഒതുക്കിയത്. ഗവർണറുടെ നടപടി അതിശയിപ്പിക്കുന്നതാണെന്നാണ് മന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ച് പറഞ്ഞത്. എന്തായാലും ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ ഇങ്ങനെയാണോ ശരിക്കും പെരുമാറേണ്ടത്? എന്തായാലും നിലമേൽ നടുറോഡിൽ കസേരയിട്ടുള്ള ഗവർണറുടെ പ്രവൃത്തി അതിശയവും അത്ഭുതവുമാണല്ലേ. എന്തായാലും ഈയിടെയായി നമ്മുടെ ഗവർണറുടെ കുറുമ്പിത്തിരി കൂടുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇതെല്ലാം ഗവർണറുടെ തെരഞ്ഞെടുപ്പ് നാടകം തന്നെ. നാടകമേ ഉലകം, അല്ലാതെ എന്ത് പറയാൻ.